ചെയ്തത് ജനങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യമുള്ള പ്രൊഡക്റ്റായ മൊബൈൽ റീചാർജിങ് എന്ന പ്രൊഡക്റ്റിലൂടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഈ മൊബൈൽ റീചാർജിങ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് നമുക്ക് എല്ലാവരിലേക്കും സർവീസ് കൊടുക്കാൻ അറ്റ് പ്രസന്റ് സാധിക്കാത്ത രീതിയിലായി പോയി നമ്മുടെ ടീമിന്റെ ഗ്രോത്ത്. അറ്റ് പ്രസന്റ് നമുക്ക് സാധിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് ഓട്ടോമാറ്റിക് സിസ്റ്റം ആയിരിക്കണം. ആ ഓട്ടോമാറ്റിക് സിസ്റ്റത്തിലേക്ക് നമ്മൾ റൺ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടായ സാങ്കേതിക വിഷയങ്ങളാൽ നമുക്കത് മാനുവൽ പ്രോസസ്സിങ്ങിലേക്ക് മാറുകയും നമ്മുടെ റീചാർജിങ്ങിന് അതിൻ്റെതായ കാലതാമസങ്ങൾ വരികയും ചെയ്തിരുന്നു. അത് നിലവിൽ ഇപ്പോൾ നമുക്ക് എല്ലാം ഓട്ടോമാറ്റിക് സിസ്റ്റത്തിലാണ്. അത് ഓരോ വ്യക്തികൾക്കും അവരുടെ റീചാർജിങ്ങിന്റെ 2 3 ഒരാഴ്ചയോ അല്ലെ 10 ദിവസമോ മുൻപേ ഇന്ന ഡേറ്റിലേക്ക് നമുക്ക് റീചാർജ് വേണം എന്ന് നിലവിലുള്ള കസ്റ്റമേഴ്സ്, അതായത് ന്യൂ മെമ്പേഴ്സ് ഒഴിച്ച് ബാക്കിയുള്ളവര് നമുക്ക് മെസ്സേജ് തരുന്നത് റീചാർജിങ് സെക്ഷനിലേക്ക് മെസ്സേജുകൾ മാത്രമായി നൽകുക. അതിൽ കോൾ ചെയ്യാൻ പാടില്ല. മെസ്സേജ് മാത്രമായി തരുമ്പോൾ നമുക്ക് നിലവിലുണ്ടായിരിക്കുന്ന കസ്റ്റമേഴ്സിന്റെ റീചാർജിങ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. ഏകദേശം 90% നമുക്ക് റീചാർജിങ് ഫിനിഷിംഗ് ആയിട്ടുണ്ട്. 3 റീചാർജിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്നാൽ 2 റീചാർജ് കിട്ടാനുള്ളവരുണ്ട്, 1 റീചാർജും കൂടെ 2 റീചാർജ് മിച്ചം കിട്ടാനുള്ളവരുണ്ട്, 1 റീചാർജ് കിട്ടാനുള്ളവരുണ്ട്. അവർ ആ റീചാർജ് ഫിനിഷ് ചെയ്യുന്നതിന് വേണ്ടി കട്ടാകുന്ന ടൈമിൽ കമ്പനിയെ കോൺടാക്ട് ചെയ്താൽ എല്ലാവർക്കും ഒരേ സമയം സർവീസ് തരാൻ നമുക്ക് സാധ്യമാകുകയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? എത്രയും നേരത്തെ, ഇപ്പൊ റീചാർജ് ഇനിയും ബാലൻസ് കിട്ടാനുണ്ടെന്നുള്ളവര് എത്രയും നേരത്തെ റീചാർജിങ്ങിന് നമുക്ക് നൽകുക. അങ്ങനെ നൽകിയാൽ നമുക്ക് സിസ്റ്റത്തിൽ വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. കാരണം മാനുവൽ റീചാർജിങ്ങും അതേപോലെ തന്നെ സിസ്റ്റം വഴി റീചാർജ് ചെയ്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്? നമുക്കിത് വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് എല്ലാ മെമ്പേഴ്സും എല്ലാ കസ്റ്റമേഴ്സും മുന്നേ കൂട്ടി നമുക്ക് റീചാർജിങ്ങിനുള്ളത് തരിക. അത് 10 ദിവസം ആയാലും ഇന്ന് റീചാർജ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ, ഇനി 26 ദിവസം കഴിഞ്ഞ് മതിയെങ്കിലും കമ്പനിയിൽ ബാലൻസ് കിട്ടാനുണ്ടെങ്കിൽ അതിനുള്ള ലിസ്റ്റ് എത്രയും പെട്ടെന്ന് നമുക്ക് തന്നേക്കുക. നമ്മളത് ഓർഡർ അനുസരിച്ച് നമ്മൾ സെർച്ച് ചെയ്ത് നമുക്ക് തരാം. കാരണം 1 ദിവസമോ 2 ദിവസമോ 3 ദിവസമോ മുമ്പ് കിട്ടിയാൽ ചിലപ്പോൾ വരുന്ന എണ്ണം കൂടുതലാണെങ്കിൽ നമുക്കത് കറക്റ്റ് ടൈമിൽ രാവിലെ 9:30 മുതൽ 6:30 വരെയാണ് നമ്മുടെ ഡ്യൂട്ടി ടൈം. ആ ടൈമിനുള്ളിൽ നമുക്ക് ചെയ്തു തരാൻ പറ്റൂല. അപ്പൊ ഇന്നൊരു സജഷൻ നമ്മളോട് പറഞ്ഞത് മൊബൈൽ റീചാർജിങ് ആണ്, 24 hours വേണമെന്ന് പറഞ്ഞു. നമ്മൾ മൊബൈൽ റീചാർജിങ് കമ്പനി അല്ല, നമ്മൾ ഇ-കൊമേഴ്സ് കമ്പനിയാണ്. നമ്മൾ അതിൽ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റ് മാത്രമാണ് മൊബൈൽ റീചാർജിങ് എന്ന് പറയുന്നത്. ആദ്യം അത് മനസ്സിലാക്കുക. അപ്പൊ പഴയ നേരത്തെ നമ്മുടെ സിസ്റ്റത്തിലേക്ക് കടന്നു വന്ന, അതായത് 2025 മെയ് 24 കമ്പനി സ്റ്റാർട്ട് ചെയ്ത ആ ടൈമില് ഒരു 3 months നമുക്ക് മൊബൈൽ റീചാർജിങ് മാത്രമായിരുന്നു. അപ്പൊ കമ്പനി അന്നും എന്നും പറയുന്നുണ്ട് ഇത് ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം ആണ്. ആ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വരുന്ന കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് മാത്രമാണ് നമ്മുടെ റീചാർജ്. എന്നാൽ എക്കാലവും റീചാർജ് ഉണ്ടാകും, കാരണം എല്ലാ മനുഷ്യർക്കും ആവശ്യമുള്ള പ്രൊഡക്റ്റ് ആയതുകൊണ്ട്. അപ്പൊ ഈ ഒരു റീചാർജിങ് സംവിധാനത്തിൽ നമ്മുടെ ടെക്നിക്കൽ ഇഷ്യൂ കൊണ്ട് നമുക്കൊരു കാലതാമസം വന്നിരുന്നു. ആ കാലതാമസത്തെ ഇനി അതൊന്ന് നമുക്ക് നിലവിൽ ഉണ്ടായിരുന്ന വ്യക്തികളെ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് റീചാർജിങ് ഫിനിഷ് ചെയ്യുന്നതിന് വേണ്ടി നമ്മളോട് ഇങ്ങനെ സഹകരിക്കണമെന്നൊരു അഭ്യർത്ഥനയുണ്ട്. എന്നാൽ പൊതു രജിസ്ട്രേഷൻ ഒന്നും ഓൺ ദ സ്പോട്ടിൽ നമുക്ക് റീചാർജ് ചെയ്യാവുന്ന രീതിയിലാണ്. അതിനൊന്നും യാതൊരുവിധ കാലതാമസവും ഉണ്ടാകില്ല. നിലവിൽ ഉണ്ടായിട്ടുള്ളവർക്ക്, അതായത് നിലവിൽ നമ്മുടെ സിസ്റ്റത്തിൽ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരും എന്ത് ചെയ്യണം? നമുക്ക് നമ്മുടെ സിസ്റ്റത്തിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടിയിട്ട് ഒരേ ഒരു സഹായം മാത്രം ചെയ്താൽ മതി. മുൻപോട്ട് പോകുന്നതിന് നമുക്ക് നേരത്തെ തന്നെ ഇന്നെങ്കിൽ ഇന്ന് അത് ഓരോ ലീഡേഴ്സും ഒന്ന് പരിഗണനയിൽ എടുക്കുക. നമ്മുടെ ടൗണിൽ ആർക്കൊക്കെ റീചാർജിങ് കിട്ടാനുണ്ടോ അത്രയും പേരുടെ ലിസ്റ്റ് മുന്നേ തരിക. അത് റീചാർജ് ആവാനോ കട്ടാവാനോ ഒന്നും വെയിറ്റ് ചെയ്യണ്ട. നമുക്ക് 3ാമത്തെ റീചാർജോ 2ാമത്തെ റീചാർജോ 1ാമത്തെ കിട്ടാനുണ്ട് എന്ന് കമ്പനിക്ക് കണക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് മാനുവൽ ചെയ്തു പോയതുമായിട്ട് ഞങ്ങൾ എല്ലാ എൻട്രികളും സിസ്റ്റത്തിലാക്കിയിട്ടുണ്ട്. അതിൽ ആർക്കൊക്കെ ഇനി കിട്ടാനുണ്ട്, ഏത് ടീമിലേക്കൊക്കെ കിട്ടാനുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഇങ്ങനെ ഒരു അഭ്യർത്ഥന നൽകുന്നത്. അതിനെ മുഖവിലേക്ക് എടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക്, അതായത് ടീം ലീഡേഴ്സിനും കസ്റ്റമേഴ്സിനും ബുദ്ധിമുട്ടില്ലാതെ നമ്മുടെ ബിസിനസ്സിലേക്ക് തുടരാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധയിൽ വെക്കുക. ഓക്കെ.